ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ത്രെഡ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 12ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫ് ഡിസൈൻ ആണ്, ഒരു ലീഫ് പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ഫ്ലവർ പാറ്റേൺ ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ ലീഫ് ഡിസൈൻ ആണ് പഠിക്കാൻ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് പഠിച്ച ഫ്ലവറാണ്, കാസ്റ്റോണിൻ്റെ ഫ്ലവറാണ്. ഇതിൽ തന്നെ ഈ ലീഫ് നമുക്ക് ചെയ്ത് പഠിക്കാം. ആദ്യം അതിനുവേണ്ടി ചെറിയൊരു സ്റ്റെമ്മ് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ തന്നെ ചെറിയൊരു ലീഫ്. ഒത്തിരി ലീഫ് ഡിസൈൻ പാറ്റേൺ ഒക്കെ ഉണ്ട്. ഞാൻ ചെറിയ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പറയുന്നത്. ഇതിന് ഞാൻ ചെറിയ സൂചിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസ് സൂചിയും 4 നൂലുമാണ്. ഇതിനു വേണ്ടി 4 നൂലെടുത്തു. മൂട്ടിൽ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കണം. ആദ്യം സ്റ്റെമ്മ് ചെയ്തിട്ട് ലീഫിലോട്ട് വരാം. സ്റ്റെം സ്റ്റിച്ച് നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചതായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് കേട്ടോ. ഇങ്ങനെ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ നിന്ന് മുക്കാലിൽ നിന്ന് കുത്തി ഫ്രണ്ടിലോട്ട്. ഉണ്ടോ? ഇതാണ് സ്റ്റെമ്മ് നമ്മൾ ചെയ്ത് പഠിച്ചത്. ഓക്കെ, സ്റ്റെമ്മ് കഴിഞ്ഞു. ഇനി സ്റ്റെമ്മിൻ്റെ അവിടെ നിന്ന് ഈ ലീഫ് വരച്ചില്ലേ, അവിടെ നിന്ന് അടിയിൽ നിന്ന് വലിച്ചെടുത്തു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ആ മൂട്ടിൽ നിന്ന് തന്നെ, ആ ചെയ്തതിൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ എടുക്കണം. അവിടെ നിന്ന് തന്നെ കുത്തി ആ ലീഫിലോട്ട് എടുക്കണം. നമ്മൾ വരച്ചിരിക്കുന്ന അങ്ങോട്ടേക്ക് എടുക്കണം. എന്നിട്ട് ചെയിൻ സ്റ്റിച്ചില്ലേ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ലേസി ഡേസി എന്നും പറയും. ആ ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പുറത്തൂടെയാണ് കുത്തി ഇറക്കി എടുക്കേണ്ടത്. ആ സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ ഇറക്കി എടുക്കണം. അടുത്ത് വീണ്ടും ഇപ്പുറത്തെ ലീഫ് ചെയ്യാണ്. ഇപ്പുറത്തെ ലീഫിൻ്റെ എൻഡിൽ നിന്ന് കുത്തി മേളിലേക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ വരച്ചിരിക്കുന്ന ആ സൈസിൽ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ടിട്ട് മെല്ലെ വലിക്കണം. അടഞ്ഞു പോകരുത്. ഒത്തിരി വലിച്ചു കഴിഞ്ഞാൽ അടഞ്ഞു പോവും. അതിൻ്റെ പുറത്ത് തന്നെ കുത്തി ഇറക്കിയെടുക്കാം. കണ്ടോ? വളരെ സിമ്പിളല്ലേ? ഇനി അടുത്ത് വീണ്ടും അടുത്ത് ലീഫ് ഇടാം. ഉണ്ടോ? അവിടെ എടുത്തിട്ട് വീണ്ടും വളരെ സിമ്പിളായിട്ട്, ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലീഫ് ഡിസൈനാണിത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ ലീഫുകൾ നമുക്ക് പഠിക്കാം. ഇത് വളരെ മനോഹരവും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി പുറകിൽ കെട്ടിട്ട് കൊടുക്കാം. കെട്ടിടുന്നത് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടെ കാണിക്കുന്നത്. 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കുമ്പോൾ അതവിടെ ഇരുന്നോളൂ, പിരുന്ന് വരത്തില്ല. ഇനി മുറിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇത്രയേ ഉള്ളൂ. അടുത്ത് ഞാൻ വേറൊരു ഫ്ലവറിൽ ഈ സ്റ്റിച്ച് തന്നെയാണ്, ഈ ഒരു പാറ്റേണിലെ ലീഫ് തന്നെ വേറൊരു സ്റ്റൈലിൽ ഇട്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ബുള്ളിയനാണ് ചെയ്തേക്കുന്നത്, കുഞ്ഞു ബുള്ളിയൻ. ഇതിന് മിനി ബുള്ളിയൻ എന്ന് പറയും. ബുള്ളിയൻ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ടൈപ്പിലെ ഒരു ലീഫ് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഒരു 3 ചെയിൻ ഇട്ട് കൊടുത്താൽ മതി. ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടോ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റൈലിലും ഈ ടൈപ്പിൽ ലീഫ് ചെയ്ത് കൊടുക്കാം. പല സ്റ്റൈലിൽ ചെയ്യാം.
പെട്ടെന്ന് ഞാൻ രണ്ട് ടൈപ്പിലെ ലീഫ് പറഞ്ഞു എന്നേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ? ആ ഒരു ഫ്ലവറിന് ഈ ഒരു ലീഫ് നല്ല ഒരു ഇതാണ്. അപ്പോൾ ഈ 2 ടൈപ്പിലെ ലീഫ് പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.